ഗവൺമെൻറ് IT മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിനോദ് കുമാർ, ടർണർ ടൈലിൽ സീനിയർ ഇൻസ്ട്രക്ടറായി വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഗ്രൈൻഡിങ് മെഷീനെ കുറിച്ചുള്ളതാണ്. എന്താണ് ഗ്രൈൻഡിങ്? ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് പീസിൻ്റെ അധികമുള്ള മെറ്റീരിയൽ ഒരു ഗ്രൈൻഡിങ് വീൽ ഉപയോഗിച്ച് നമുക്ക് റിമൂവ് ചെയ്യുന്നതിനെയാണ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. ഗ്രൈൻഡിങ് വീലിനെ അബ്രസീവ് വീൽ എന്നുകൂടെ പറയാറുണ്ട്. ഓഫ് ഹാൻഡ് ഗ്രൈൻഡിങ് മെഷീൻസ്. ഓഫ് ഹാൻഡ് ഗ്രൈൻഡിങ് is the term used in engineering to describe the process where the work is held by hand and the material is removed using an abrasive wheel. ഓഫ് ഹാൻഡ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു കട്ടിംഗ് ടൂൾ കൈകൊണ്ട് പിടിച്ച് ഗ്രൈൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഓഫ് ഹാൻഡ് ഗ്രൈൻഡിങ് എന്ന് നമ്മൾ പറയാറുള്ളത്. ചിത്രത്തിൽ നോക്കി നമുക്കത് മനസ്സിലാവുന്നതാണ്. സാധാരണ എല്ലാ വർക്ക്ഷോപ്പുകളിലും ഓഫ് ഹാൻഡ് ഗ്രൈൻഡിങ് മെഷീൻസാണ് ഉണ്ടാവാറുള്ളത്. ദിസ് ടൈപ്പ് ഓഫ് ഗ്രൈൻഡിങ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ എ വർക്ക്ഷോപ്പ് ഫോർ സച്ച് വർക്ക്സ് ആസ്. താഴെ പറയുന്ന കുറച്ച് വർക്കുകൾ സാധാരണ വർക്ക്ഷോപ്പുകൾ ചെയ്യാറുള്ളതാണ്. ഡ്രസ്സിംഗ് ഓഫ് കാസ്റ്റിംഗ്, ട്രിമ്മിംഗ് ഓഫ് ഫോർജിംഗ്, റഫ് ഷേപ്പിംഗ് ഓഫ് പാർട്സ്, റിമൂവിംഗ് എക്സസ് മെറ്റീരിയൽ, പ്രിപ്പയറിംഗ് പ്ലേറ്റ്സ് ഫോർ വെൽഡിംഗ്, സ്മൂത്തനിങ് ഔട്ട് സർഫസ്. ഇത് കൂടാതെ ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ഫോർ ഷാർപ്പണിങ് കട്ടിംഗ് ടൂൾ സച്ച് ആസ്. നമ്മൾ പ്രധാനമായിട്ടും വർക്ക്ഷോപ്പുകൾ ചെയ്യാറുള്ളത് കട്ടിംഗ് ടൂൾ ഷാർപ്പൺ ചെയ്യുക. ചിസിൽസ്, പഞ്ചസ്, ലേത്ത്, ഷേപ്പർ, പ്ലെയിനർ തുടങ്ങിയവയുടെ കട്ടിംഗ് ടൂൾസ്, ഡ്രിൽസുകൾ ഇവയെല്ലാം നമ്മൾ ഷാർപ്പൺ ചെയ്യുന്നതാണ്. ടൈപ്പ് ഓഫ് ഹാൻഡ് ഗ്രൈൻഡിങ് മെഷീൻ. പെഡസ്റ്റൽ ഗ്രൈൻഡർ, ഫ്ലോർ ടൈപ്പ്, ബെഞ്ച് ഗ്രൈൻഡർ. ഈ രണ്ട് ടൈപ്പ് ഓഫ് ഹാൻഡ് ഗ്രൈൻഡിങ് മെഷീനാണ് സാധാരണ നമുക്ക് വർക്ക്ഷോപ്പിൽ ഉണ്ടാവാറുള്ളത്. ഈ പെഡസ്റ്റൽ ഗ്രൈൻഡർ പറഞ്ഞാൽ ഒരു ഫ്ലോർ ടൈപ്പ് കാണിച്ചിട്ടുണ്ട്. അത് ഹെവി ടൈപ്പ് മെഷീനാണ്, അതുകൊണ്ട് ഫ്ലോറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ബെഞ്ച് ഗ്രൈൻഡർ, ബെഞ്ച് ലൈറ്റ് ടൈപ്പ് മെഷീനാണ്. Pedestal grinder. This consists of a heavy base supporting a motor. The spindle is driven by belt. On each end of the spindle, the grinding wheels are fixed. ഇതൊരു ഹെവി ബേസ് മെഷീനാണ് പെഡസ്റ്റൽ ഗ്രൈൻഡർ. അതുകൊണ്ട് ഫ്ലോറിലായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഒരു ഹെവി മോട്ടർ ഉണ്ടാവും. അതിൽ നിന്ന് സ്പിൻഡിലേക്ക് ഡ്രൈവ് പോണത് ബെൽറ്റ് മുഖാന്തരമായിരിക്കും. ബെൽറ്റിൻ്റെ രണ്ട് എൻഡിലും രണ്ട് വീലുകൾ, ഒരു സ്മൂത്ത് വീലും ഒരു റഫ് വീലും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പെഡസ്റ്റൽ ഗ്രൈൻഡറിൻ്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഗാർഡ്, ഐ ഷെയ്ഡ്, വർക്ക് പീസ്, വർക്ക് റെസ്റ്റ്, വാട്ടർ. പെഡസ്റ്റൽ ഗ്രൈൻഡർ ഫ്ലോറിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. താഴ്ഭാഗത്ത് മോട്ടർ ഉണ്ടാവും. മുകളിൽ ഗാർഡ് പറഞ്ഞാൽ നമ്മൾ സേഫ്റ്റി ഗാർഡാണ്. ഐ ഷെയ്ഡ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഐ ഷെയ്ഡ് തടയുന്നതാണ്. വർക്ക് പീസ്, അതുപോലെ തന്നെ വർക്ക് റെസ്റ്റ്, വാട്ടർ എന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ ചൂടായാൽ ഒന്ന് തണുപ്പിക്കാനാണ് വാട്ടർ വെച്ചിട്ടുള്ളത്. വർക്ക് റെസ്റ്റ് വെച്ചിട്ടുണ്ട്, അത് മെറ്റീരിയൽ സ്ലിപ്പാവാതെ ഉപയോഗിക്കുന്നതാണ്. ഇതാണ് പെഡസ്റ്റൽ ഗ്രൈൻഡറിൻ്റെ ഒരു ഡയഗ്രം. ബെഞ്ച് ഗ്രൈൻഡർ. The bench grinder is may be mounted directly on the bench or on a stand to the floor. Abrasive wheels are fitted directly to the end of the motor spindle. The coarse grit wheel on end for roughing and a fine grit wheel on the other end of the spindle for finishing. ബെഞ്ച് ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ പേരിലെ പോലെ തന്നെ ഒരു ബെഞ്ചിലായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ബെഞ്ചിൻ്റെ ഹൈറ്റുള്ള ഒരു സ്റ്റാൻഡിലായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അബ്രസീവ് വീല് അല്ലെങ്കിൽ ഗ്രൈൻഡിങ് വീല് ഡയറക്റ്റായിട്ട് മോട്ടറിൻ്റെ സ്പിൻഡിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് പെഡസ്റ്റൽ ഗ്രൈൻഡറിൽ കണ്ടു, സെപ്പറേറ്റ് സ്പിൻഡിലാണ് മോട്ടറിൽ നിന്ന് അത് ബെൽറ്റ് മുഖാന്തരം ഡ്രൈവ് പോകുന്നു. പക്ഷേ ഇത് ഡയറക്റ്റായിട്ട് മോട്ടറിൻ്റെ സ്പിൻഡിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഒരു കോഴ്സ് ഗിറ്റ് വീൽ ഒരു സൈഡും റഫ് വർക്കിനായിട്ടും, ഫൈൻ ഗിറ്റ് വീല് മറ്റേ സൈഡ് ഫിനിഷ് വർക്കിനായിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇത് ലൈറ്റ് ടൈപ്പ് മെഷീനാണ്. ബെഞ്ച് ഗ്രൈൻഡറിൻ്റെ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഒരു ലൈറ്റ് ടൈപ്പ് മെഷീൻ്റെ ആണ്. അതുകൊണ്ട് രണ്ട് ഗീലുകൾ
സ്പിൻഡിലിൻ്റെ മോട്ടറിൻ്റെ സ്പിൻഡിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പെഡസ്റ്റൽ ഗ്രൈൻഡറിൽ നോക്കിയാൽ അറിയാം, സെപ്പറേറ്റ് സ്പിൻഡിലാണ് ഗ്രൈൻഡിങ് വീൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പാർട്സുകളും കാണുന്നുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ഹാൻഡ് ഗ്രൈൻഡിങ് മെഷീൻസ്. ഓഫ് ഹാൻഡ് ഗ്രൈൻഡിങ് മെഷീൻ ഫീച്ചേഴ്സ് നോക്കിയാൽ വർക്ക് റെസ്റ്റ് അല്ലെങ്കിൽ ടൂൾ റെസ്റ്റ് എന്ന് പറയും. വർക്ക് റെസ്റ്റ് ഈസ് adjustable work rest are provided for studying and grinding the work. They are always positioned close to the abrasive wheel face, and when the diameter of the wheel gets reduced due to wear, the rest is to be drawn closer to the wheel face to keep the gap as minimum 2 or 3 mm. അഡ്ജസ്റ്റബിൾ വർക്ക് റെസ്റ്റ് എന്ന് പറയാറുള്ളത് അല്ലെങ്കിൽ ടൂൾ റെസ്റ്റ്, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്ലിപ്പാവാതെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ വർക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൈൻഡിങ് വീലിൻ്റെ മുമ്പിൽ ഒരു ചെറിയൊരു പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ വെച്ചാണ് നമ്മൾ ടൂള് അല്ലെങ്കിൽ മെറ്റീരിയൽ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ പ്രത്യേകത, ഗ്രൈൻഡിങ് വീലും വർക്ക് റെസ്റ്റും തമ്മിൽ ഒരു 2-3 mm ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. വീൽ ചെയ്യുന്നതിനനുസരിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്ത് വരും. നമ്മൾ ചിത്രം നോക്കി നമുക്ക് മനസ്സിലാവും വർക്ക് റെസ്റ്റും ടൂളും. അല്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെ വെച്ച് വർക്ക് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ വർക്ക് റെസ്റ്റാണ്. നമുക്ക് വീൽ ചെയ്യുമ്പോൾ അത് ആ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ടൂൾ സ്ലിപ്പാവാതെ സഹായിക്കുന്നതാണ് നമുക്കറിയാം ടൂൾ റെസ്റ്റ് ഓർ വർക്ക് റെസ്റ്റ്. Wheel guard. A wheel guard serves the following purpose: returning the fragment of wheel if it breaks, protecting the operator from coming in contact with the rotating wheel, preventing the fitting of a wheel that is too large for the machine. വീൽ ഗാർഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ വീല് ബ്രേക്ക് ആകുക അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ പ്രൊട്ടക്ടറിനെയും പ്രൊട്ടക്റ്റിംഗ് ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ഓപ്പറേറ്ററിനെ രക്ഷിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഓവർ സൈസായി വീല് സെറ്റ് ചെയ്യാൻ പറ്റില്ല, അതും ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. നമുക്കത് വീൽ ഗാർഡിൻ്റെ ഫിഗർ കണ്ട് അറിയാം. നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരു പോർഷൻ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം വീൽ ഗാർഡ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഓപ്പറേറ്ററിനെ ഒരുപാട് സേഫ് ചെയ്യുന്നതാണ് വീൽ ഗാർഡ്. Wheel speed and wheel rotation. Abrasive wheels is mounted on a spindle rotating at a high speed. Manufacturers specify the maximum safe speed for all size of abrasive wheels. അബ്രസീവ് വീൽ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഹൈ സ്പീഡ് വീലാണ്. അതുകൊണ്ട് ഓരോ കമ്പനിക്കാരും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും അതിൻ്റെ സ്പീഡ് റേറ്റ്. The spindle rotation must be tend to tighten the nuts holding the wheels on the spindle. ഹൈ സ്പീഡ് വീലായതുകൊണ്ട് നെട്ട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ടാവും ഓരോ 2 വീലും. The spindle end of left hand should have a left hand thread and the right hand end should have right hand thread. സ്പിൻഡിലിൻ്റെ ലെഫ്റ്റ് ഹാൻഡുള്ള ത്രെഡ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡും റൈറ്റ് ഹാൻഡുള്ള റൈറ്റ് ഹാൻഡ് ത്രെഡും. കാരണം ഓപ്പോസിറ്റ് ത്രെഡാണെങ്കിൽ മാത്രമേ വീല് ഈസി ആയിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഹൈ സ്പീഡിൽ തിരിയുമ്പോൾ അത് അഴിഞ്ഞ് തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. വീലിൻ്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഗ്രൈൻഡിങ് വീലിൻ്റെ മറ്റേ വീൽ സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വീലിലെ ഡിഫക്റ്റ് അല്ലെങ്കിൽ ക്രാക്സ് ഉണ്ടോ നോക്കണം, മാനുഫാക്ചർ ഡിഫക്റ്റ് ഉണ്ടോ നോക്കണം, ക്രാക്ക് ഉണ്ടോ നോക്കണം. അതുപോലെ തന്നെ വീല് ബാലൻസിങ് ചെയ്യണം, കറക്റ്റ് റൗണ്ടാണ് ചെക്ക് ചെയ്യണം. ഒരുപാട്
പ്രോസസ്സിന് ശേഷം മാത്രമേ നമുക്ക് വീൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് നമുക്ക് കൂടുതൽ അപകടത്തിലേക്ക് പോകും. താങ്ക്സ് ഫോർ വാച്ചിങ്.